കഴിഞ്ഞ ദിവസമാണ് ട്രംപ് നരേന്ദ്രമോദിയോട് പറഞ്ഞത് ബംഗ്ലാദേശിൽ ഞങ്ങൾ ഇനി ഇടപെടില്ല. നരേന്ദ്രമോദിക്ക് ബംഗ്ലാദേശ് വിഷയത്തിൽ എന്തും ചെയ്യാം, പൂർണ്ണമായിട്ടുള്ള അധികാരം നരേന്ദ്രമോദിയുടെ കയ്യിലാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് യൂനിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് മുഹമ്മദ് യൂനിസ്, ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് അഥവാ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസിന് മനസ്സിലായിരിക്കുന്നു. ഇതേ തുടർന്ന് മുഹമ്മദ് യൂനിസ് അയഞ്ഞ് പെരുമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കാല് പിടിക്കാനായി മുഹമ്മദ് യൂനിസ് തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ പവർ കോറിഡോറിൽ ഇനി തനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മുഹമ്മദ് യൂനിസിന് മനസ്സിലായിരിക്കുന്നു. നേരത്തെ ജോ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് മുഹമ്മദ് യൂനിസ് അവിടെ അമേരിക്കൻ പവർ കോറിഡോറിൽ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ അമേരിക്കയുടെ ഗവൺമെന്റിന്റെ അടുത്ത ആളായിരുന്നു മോണിക്ക ഹിലറി ക്ലിന്റന്റെ അടക്കം അടുത്ത ആളായിരുന്നു. അനധികൃതമായി ധാരാളം വായ്പ മോണിക്കയും ഹിലറി ക്ലിന്റനും കൂടെ ചേർന്ന് മുഹമ്മദ് യൂനിസിന് നൽകിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണമൊക്കെ ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് പൂർണ്ണ അധികാരം, ഡൊണാൾഡ് ട്രംപ് ഞങ്ങളൊന്നും ചെയ്യാനില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആ ഒരു പ്രസ്താവന നടത്തിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ യൂനിസ് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത് യൂനിസ് വന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വൈദ്യുതി ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും ഇരുട്ടിലാണ്. അദാനിയോട് ഫുൾ പവർ സപ്ലൈ, ഞങ്ങളുടെ പേയ്മെന്റ് ഞങ്ങൾ എന്തായാലും തരാം, അതിനു മുമ്പ് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള പവർ സപ്ലൈ പുനഃസ്ഥാപിക്കണം, വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നാണ് ഇപ്പോൾ യൂനിസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തോട് ഞങ്ങളുടെ പേയ്മെന്റ് എന്തായാലും തരാം. പക്ഷെ നേരത്തെ ഇതായിരുന്നില്ല യൂനിസിന്റെ സംസാരം എന്ന് പറയുന്നത്. നേരത്തെ യൂനിസ് പറഞ്ഞിരുന്നത് ഈ വൈദ്യുതിയുടെ കരാർ, അതായത് അദാനിയുമായിട്ടുള്ള വൈദ്യുതിയുടെ കരാറിൽ അഴിമതിയുണ്ട്. ഇത് ഷെയ്ഖ് ഹസീന ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ ഇത് പിന്നോട്ടടിച്ചു എന്നാണ് യൂനിസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ യൂനിസിന്റെ സംസാരത്തിന് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. അദ്ദേഹം നമ്മളോട് ബെഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് യാചിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി റീസ്റ്റോറേഷൻ വേണം. 1600 മെഗാവാട്ട് പ്ലാന്റ് അദാനി പവറിൽ നിന്നും ആ സപ്ലൈ 1600 മെഗാവാട്ടിന്റെ സപ്ലൈ ആണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ബംഗ്ലാദേശിന് മുഴുവൻ വൈദ്യുതീകരിക്കാനുള്ള സപ്ലൈ ഉണ്ടായിരുന്നു. എന്നാൽ അദാനി 31 ഒക്ടോബറിനാണ്, കഴിഞ്ഞ വർഷം 31 ഒക്ടോബറിനാണ് ഈ വൈദ്യുതി അവിടെ നിന്നും കൊടുക്കാതായത്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ ബംഗ്ലാദേശ് പോയിരിക്കുന്നു. US-ന്റെ വലിയ സാമ്പത്തിക സഹായം കൂടെ നിലച്ചതോടുകൂടി, അതായത് USAID നിലച്ചതോടുകൂടി അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും മറ്റ് ആശുപത്രികളിൽ പോലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഡോക്ടർമാർ വിരമിക്കുന്നു, എഞ്ചിനീയർമാർ വിരമിക്കുന്നു, പല തൊഴിലാളികളെയും കിട്ടാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂനിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ വൈദ്യുതി ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.